പല ദേശം പല മണ്ണും താണ്ടി നടക്കുന്ന ഇടയന്മാർ ഞങ്ങൾ. ആദി ഗോത്രമൊന്നിൽ ഞങ്ങളുണ്ടല്ലോ, അബ്രഹാമിന്റെ വംശപാരമ്പര്യം പിന്തുടരുന്നു ഇന്നും ഞങ്ങൾ. മരുഭൂയാത്രയിൽ യാഹവിളികൾ ഉണർവു നൽകുന്നു. ദിക്കുമുതൽ ദൂരം വരെ തിട്ടമാക്കി യാത്ര തുടരുവാൻ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ പ്രകൃതിയും ദിനരാത്രയാമചലനങ്ങളുമെല്ലാം ആദികാലം മുതൽ ഞങ്ങളുടെ പൂർവികർ തിട്ടമാക്കി ഞങ്ങൾക്കു പകർന്നു നൽകി. പല ദേശം പല മണ്ണും താണ്ടി നടക്കുന്ന ഇടയന്മാർ ഞങ്ങൾ. ആദി ഗോത്രമൊന്നിൽ ഞങ്ങളുണ്ടല്ലോ, അബ്രഹാമിന്റെ വംശപാരമ്പര്യം പിന്തുടരുന്നു ഇന്നും ഞങ്ങൾ. മരുഭൂയാത്രയിൽ യാഹവിളികൾ ഉണർവു നൽകുന്നു. സമ്പാദ്യമായി ആടുമുതലൊട്ടകം വരെ ദേശവ്യതിയാനമനുസരിച്ച് ഏറ്റക്കുറച്ചിലോ വരുത്തുന്നുണ്ട്. ആദികാലം മുതൽ മൃഗവംശവർദ്ധനവിനായി ദൈവദൂതൻ തന്നടയാളങ്ങൾ ഞങ്ങൾ പരീക്ഷിച്ചു നിരീക്ഷിച്ചു പോരുന്നല്ലോ. കാലഗണിത ഗോത്ര കണക്കുകൾ കൂട്ടി ഞങ്ങൾ മുന്നോട്ട്. ദൈവമാണ് ഞങ്ങളുടെ ദൂതയിരയൻ. പല ദേശം പല മണ്ണും താണ്ടി നടക്കുന്ന ഇടയന്മാർ ഞങ്ങൾ. ആദി ഗോത്രമൊന്നിൽ ഞങ്ങളുണ്ടല്ലോ, അബ്രഹാമിന്റെ വംശപാരമ്പര്യം പിന്തുടരുന്നു ഇന്നും ഞങ്ങൾ. മരുഭൂയാത്രയിൽ യാഹവിളികൾ ഉണർവു നൽകുന്നു. ഗ്രാമ കവാടത്തിൽ ചെന്നിടുമ്പോൾ ഇടയവാടി ഞങ്ങൾ ഉയർത്തി. യാഹ വിളിക്കുമ്പോൾ ദൂതലക്ഷണമുറപ്പിച്ച് മുന്നോട്ടല്ലെങ്കിൽ പിന്നോട്ട് തിരിഞ്ഞ് പുതിയ വഴി കണ്ടെത്തി യാത്രയാകും. കുന്നും സമാതലവും നോക്കി ഞങ്ങൾ രാത്രിയിലെ ശയനമുറപ്പിക്കൽ. ചലനഭാവത്തിൽ പ്രകൃതിയെ നിരീക്ഷിക്കും. കുറുക്കൻ മുതൽ മൃഗഭോജനത്തിനായി രാത്രി പതുങ്ങി വരുന്ന കള്ളക്കൂട്ടങ്ങളെ ചലനഭാവം നിരീക്ഷിച്ച് കെണിയിൽ പൂട്ടിയിടും. ബന്ധനത്തിനുതകുന്ന ക്രിയകൾ യാഹ ഞങ്ങൾക്ക് ദൈവദൂത ലക്ഷണമായി നൽകിയിട്ടുണ്ട്. കാലകാലങ്ങളായി പല ദേശം പല മണ്ണും താണ്ടി നടക്കുന്ന ഇടയന്മാർ ഞങ്ങൾ. ആദി ഗോത്രമൊന്നിൽ ഞങ്ങളുണ്ടല്ലോ, അബ്രഹാമിന്റെ വംശപാരമ്പര്യം പിന്തുടരുന്നു ഇന്നും ഞങ്ങൾ. മരുഭൂയാത്രയിൽ യാഹവിളികൾ ഉണർവ് നൽകുന്നു.